നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രാജ്യം മുഴുവൻ മോദിയുടെ കുടുംബം അഥവാ മോദി കാ പരിവാർ എന്ന പ്രചാരണ വാക്യം സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഉടൻ തന്നെ മാറ്റണമെന്ന നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേതാക്കളോടും പ്രവർത്തകരോടുമാണ് മോദി ഇപ്പോൾ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തനിക്ക് നൽകിയ പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇത്തവണ ജനം NDAക്ക് തുടർഭരണം നൽകി എന്നുകൂടി മോദി പറഞ്ഞിരിക്കുന്നു. തന്നോടുള്ള സ്നേഹത്തിന്റെ അടയാളമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളമുള്ള ആളുകൾ മോദി കാ പരിവാർ എന്നായിരുന്നു അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ കൂട്ടിച്ചേർത്തത്. അതിൽ നിന്ന് തനിക്ക് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തു. മൂന്നാമതും ജനം NDA തന്നെ അധികാരത്തിലേറ്റിയിരിക്കുന്നു. രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ഇനിയുള്ള ദിവസങ്ങൾ പ്രവർത്തിക്കേണ്ടത്. നമ്മളെല്ലാവരും ഒരു കുടുംബമാണ് എന്നുള്ള സന്ദേശം നൽകിയതിന് നിങ്ങളോടൊക്കെ നന്ദി പറയുന്നു എന്നുകൂടി മോദി എക്സിൽ കുറിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ പുരോഗതിക്കായി ഒരു കുടുംബം എന്ന നിലയിൽ നമ്മുടെ ബന്ധം ശക്തമായി തന്നെ തുടരുമെന്ന് കൂടി മോദി പറയുന്നു. രാജ്യം മുഴുവൻ തന്റെ കുടുംബമാണ് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നേതാക്കളും BJPയുടെ പ്രവർത്തകരും അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ മോദി കാ പരിവാർ എന്ന് ചേർത്തിരുന്നു. അങ്ങനെ ചേർത്തതിലൂടെ മോദിക്കുള്ള വലിയ ഒരു പിന്തുണ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം കാണാൻ സാധിച്ചത്. ഇതേ തന്ത്രം തന്നെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP ഉപയോഗിച്ചിരുന്നു. BJP പ്രവർത്തകരും BJP നേതാക്കളും ഒക്കെ മേം ഭി ചൗക്കിന്ദാർ ഹൂം എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ ആയിരുന്നു ആ സമയത്ത് നടത്തിയത്. 2024 എത്തിയപ്പോൾ ആ ക്യാമ്പയിൻ മോദി കാ പരിവാർ എന്ന പേരിലേക്ക് മാറുകയായിരുന്നു. നരേന്ദ്രമോദിക്ക് കുടുംബമില്ല എന്ന തരത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളോടുള്ള പ്രതികരണത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ ഉയർന്നു വന്നത്. നിലവിൽ എന്തായാലും നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരിക്കുന്നു, എത്രയും പെട്ടെന്ന് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും മോദി കാ പരിവാർ എന്നുള്ള ഹാഷ്ടാഗ് മാറ്റുക, അതിനുശേഷം രാജ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക, മോദിക്കൊപ്പം നിൽക്കുക, പിന്തുണ നൽകുക എന്നീ ആവശ്യങ്ങളാണ് മോദി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.